അബ്ദുള്ള എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗത്തിനിടെ ഒരു വിഭാഗം ലീഗ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയത് ചർച്ചയായി. എടപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം ലീഗ് അഡ്ഹോക് കമ്മിറ്റി ഏപ്പിക്കാട് നടത്തിയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് എഴുന്നേറ്റപ്പോഴാണ് പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി ഒരു വിഭാഗം ലീഗ് പ്രവർത്തകർ പ്രകടനം നടത്തിയത്. ഒടുവിൽ പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. മുസ്ലിം ലീഗ് എടപ്പറ്റ പഞ്ചായത്ത് അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്പിക്കാട് ടൌണിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനിടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. യോഗത്തിന്റെ സ്വാഗത പ്രസംഗം തുടങ്ങിയതു മുതൽ പല ഭാഗങ്ങളിൽ നിന്നും കൂവൽ വിളി തുടങ്ങിയിരുന്നു. തുടർന്ന് ഉദ്ഘാടന പ്രസംഗത്തിനായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് എഴുന്നേറ്റപ്പോഴാണ് പ്രതിഷേധം ശക്തമായത്. അതാണ് യോഗത്തിൽ വന്നിട്ട് കലക്കിയാൽ അതിന്റെ തീരുമാനമെടുക്കും. യോഗത്തിൽ വന്നിട്ട് കലക്കിയാൽ നമ്മൾ വിടൂല. ഞാനത് പറയാം. ഏത് ചെറുപ്പക്കാരാണെങ്കിൽ മതി. യോഗം കലക്കിയാൽ തീരുമാനമുണ്ടാക്കും. യാതൊന്നില്ല. അതില്ല അതിലോട്ടെ അങ്ങനെ പോകില്ല. ഇല്ലില്ല പ്രസംഗമില്ല. അത് നിർത്തി കഴിയട്ടെ. നിർത്ത് കഴിഞ്ഞില്ലേ? നിർത്ത് യോഗം കലക്കിയാൽ തീരുമാനമെടുക്കാക്കും. ഞാൻ ഇവിടെ അതിന് നോട്ടായിരുന്നല്ല. എനിക്ക് തീരുമാനിക്കാറില്ല. ചെറുപ്പക്കാരെ അടച്ചു കൂട്ടിയത് കുഴപ്പമുണ്ടാക്കാൻ അതിന് തീരുമാനം വാങ്ങാക്കും. ഇല്ലില്ല, അത് നിങ്ങൾ ഇപ്പോൾ എന്ത് കഴിയാതെ പോകില്ല. ഞാൻ പ്രസംഗിച്ചേ പോകുള്ളൂ. വിഷയം യോഗം കഴിക്കാൻ തീരുമാനമുണ്ടാക്കും. അഡ്വക്കേറ്റ് M. ഉമ്മർ MLA അടക്കമുള്ളവർക്ക് ഗോബാക്ക് വിളികളുമായി ഒരു വിഭാഗം ലീഗ് പ്രവർത്തകർ വേദിക്ക് അരികിലെത്തുകയായിരുന്നു. എടപ്പറ്റയിൽ കോൺഗ്രസുമായുള്ള ബന്ധത്തിന് അനുവദിക്കില്ലെന്നും പാർട്ടിക്കുള്ളിലെ യൂദാസുകളെ തിരിച്ചറിയണമെന്നുമുള്ള മുദ്രാവാക്യങ്ങൾ പ്രകടനത്തിൽ ഉയർന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ട് പോലും പ്രതിഷേധം അവസാനിപ്പിക്കാത്തത് രംഗം കൂടുതൽ കലുഷിതമാക്കി. പ്രതിഷേധക്കാർക്കെതിരെയും ഇതിന് നേതൃത്വം നൽകുന്ന നേതാക്കൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടും പ്രതിഷേധത്തിന് കുറവുണ്ടായില്ല. തുടർന്ന് മേലാറ്റൂർ പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. ഇതിനുശേഷം പ്രസംഗം തുടർന്നപ്പോഴും പ്രതിഷേധത്തിന്റെ അപസ്വരങ്ങൾ പല ഭാഗത്തുനിന്നും കേൾക്കാമായിരുന്നു. എല്ലാവരും കേൾക്കട്ടെ, എന്നിട്ട് കാര്യങ്ങൾ പിന്നീട് പറയാം. സംസാരിക്കാനുള്ള അവസരം തരണം. അല്ലാതെ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. മകീൻ സാഹിബിനെ പോലെയുള്ള ആളുകൾക്ക് പ്രസംഗിക്കാനുള്ള അവസരം നൽകണം. പ്രസംഗിക്കട്ടെ.